ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാം നീതിപൂർവം പ്രവർത്തിച്ചാലും അനീതി അനുഭവിക്കേണ്ടി വരാറുണ്ട്. നന്മയ്ക്കു പകരം തിന്മ അനുഭവിക്കേണ്ടി വരുമ്പോൾ നാം നിരാശനായി തീർന്നേക്കാം. സഹിക്കവയ്യാതാകുമ്പോൾ പകരം വീട്ടുവാനും തിന്മ പ്രവർത്തിക്കുവാനും പരീക്ഷിക്കപ്പെടും. അടിക്കുന്നവനെ തിരിച്ചടിക്കുവാനും നമ്മെക്കുറിച്ച് അപവാദം പറയുന്നവരെ പറ്റി അപവാദങ്ങൾ നിർമ്മിക്കുവാനും പ്രതികാര ബുദ്ധി നമ്മെ പ്രേരിപ്പിക്കും. എന്നാൽ അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുകയില്ല, അധികം സങ്കീർണമായി തീരുകയേയുള്ളൂ. മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതനുസരിച്ച് നമ്മുടെ പ്രവർത്തന രീതി മാറ്റിയാൽ നമ്മെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരാണെന്ന് വരുമല്ലോ. നമ്മുടെ പ്രവൃത്തികൾ ദൈവാത്മാവിൻ്റെ ചിന്തയ്ക്കൊത്ത് ആയിരിക്കണം. എല്ലാവരും നല്ലവരായി കഴിയുമ്പോൾ ഞാൻ നല്ലവനാകാം എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല. അപ്രകാരമായാൽ ജീവിതകാലമെല്ലാം നമ്മുടെ ബോധ്യത്തിന് വിപരീതമായി പ്രവർത്തിച്ച് നിരാശയിൽ കഴിയുവാനിടയാകും. ദൈവത്തിനും ധാർമ്മിക നീതിക്കും അനുസരിച്ച് ജീവിക്കുക. മറ്റുള്ളവരുടെ ചിന്താഗതിക്കനുസരിച്ച് നമ്മുടെ ചിന്താഗതി മാറിപ്പോകരുത്. തിന്മയാൽ തിന്മയെ ജയിക്കാമെന്ന് പ്രതീക്ഷിക്കരുത്. അഗ്നിയെ അഗ്നി കൊണ്ട് എതിരിട്ടാൽ ജ്വാല ആളിക്കത്തും. എന്നാൽ ജലം കൊണ്ട് എതിരിട്ടാൽ ആ തീയെ കെടുത്തുവാൻ കഴിയും. വിദ്വേഷമുള്ളവരോട് എതിരിടുമ്പോൾ വചനം എന്തു പറയുന്നു എന്നതായിരിക്കണം നമ്മുടെ പ്രവൃത്തിക്ക് അടിസ്ഥാനം. തിന്മയോട് എതിരിടുമ്പോൾ നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നഷ്ടപ്പെടുത്തരുത്. റോമർ 12:21. തിന്മയോട് തോൽക്കാതെ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.